അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് കമൻറ്റിൽ മുമ്പ് കുറേ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾക്ക് വളരെ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? അള്ളാഹു എല്ലാം നമുക്ക് ശരിയാക്കി തരുന്നില്ലേ? അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണ്ടേ? ഓക്കെ, അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഓക്കെ, ഇന്നത്തെ കീ ടു ജന്നയിൽ നമുക്ക് പഠിക്കാനുള്ളത്, ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് വളവാക്കും. അങ്ങനെ വളവാക്കരുത് കേട്ടോ. ചില ആളുകൾ ഈ ഇളവിനെ വളവാക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുണ്ടോ? നിങ്ങളിൽ അങ്ങനത്തെ കുട്ടികളുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. ഓക്കെ, ഇന്നത്തെ കീ ടു ജന്നയിൽ നമുക്ക് പഠിക്കാനുള്ളത് മൻ നസിയ വഹുവ സ്വായിമുൻ ഫഅകല ഔ ശരിബ. ഒരാൾ മറന്നുകൊണ്ട് നോമ്പുകാരനായിരിക്കെ തിന്നുകയാണ്, അറിയാതെ ഭക്ഷിച്ചു പോവുകയാണ്, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണ്. അറിയാതെ കേട്ടോ, മറന്നുകൊണ്ട് നോമ്പുകാരനാണെന്നുള്ളത് മറന്നിട്ട് ഇങ്ങനെ കുടിച്ചു പോകും ചിലപ്പോൾ ചില കുട്ടികൾ. അപ്പോൾ അവരോടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫല്യുത്തിമ്മ സൗമഹു. അവനറിയാതല്ലേ നോമ്പ് കാരനായിരിക്കെ അവന് കുടിക്കുമ്പോൾ അവനക്ക് അറിയില്ല, സാധാ പോലെ വെള്ളം അങ്ങനെ കുടിച്ചു, പെട്ടെന്ന് അവന് ഓർമ്മ വരികയാണ് നോമ്പുകാരനാണ്, ഉടനെ നിർത്തണം. ഏതായാലും പ്ലേറ്റിൽ വിളമ്പിയതല്ല, ഇതൊന്ന് തീർത്തിട്ട് ഞാൻ നിർത്താന്ന് പറയരുത്. കോഴിപ്പുരക്ക് വേസ്റ്റ് ആവില്ല എന്ന് പറയരുത്. ഓർമ്മ വന്ന ഉടനെ നിർത്തണം. ചില കുട്ടികൾ എനിക്ക് ഓർമ്മ ഒന്നും വന്നിട്ടില്ല, അങ്ങനെയൊന്നും വരില്ല കാരണം ഇങ്ങനെ ഭക്ഷിക്കണ ഫുഡൊക്കെ കഴിക്കണ കുട്ടികളുണ്ട്. അങ്ങനെ കഴിച്ചാൽ നോമ്പ് മുറിയും. അല്ലാതെ മറന്നുകൊണ്ടാണെങ്കിൽ നോമ്പ് മുറിയില്ല. അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു. അവനെ ഭക്ഷിപ്പിച്ചതും കുടിപ്പിച്ചതും അല്ലാഹു ആണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു കുട്ടി, എൻ്റെ അയൽവാസിയായിട്ടുള്ളൊരു കുട്ടി അങ്ങനെ ഭക്ഷണം മറന്ന് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് അവൾ നോമ്പാണ് മുറിക്കുകയാണ്. അപ്പം അങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാതെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി ലെവലപ്പിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ പ്രാർത്ഥന കണ്ടെത്തി എഴുതൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളെ മദ്രസയിലെ ടീച്ചർമാരോട് ചോദിക്കാം, നിങ്ങൾ ഇത്താത്തമാരോട് ഇക്കാക്കമാരോട് ചോദിക്കാം, ഉമ്മാനോട് ചോദിക്കാം, അപ്പാനോട് ചോദിക്കാം, ആരോടും ചോദിക്കാം, ഉസ്താദ്മാരോട് ചോദിക്കാം. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പറയേണ്ടതാണെങ്കിൽ പറയും, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അലഖ് അതിലെ 19-ാമത്തെ വചനം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ ആയത്തിൽ എന്തുണ്ട്? തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട് അല്ലേ? സുജൂദ് തിലാവത്തുണ്ട്. ഓക്കെ, ഈ ആയത്തിൽ പറയുന്നത് നമുക്ക് ആദ്യം ആയത്തൊന്ന് കേൾക്കാം. ഓക്കെ, ഈ ആയത്തിൽ പറയുന്നത്, വേണ്ട നബിയെ, നീ അവനെ അനുസരിക്കരുത്, നീ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക. അപ്പോൾ അബൂജഹൽ സുജൂദ് നബി നിസ്കരിക്കുമ്പോഴൊക്കെ നബിനെ കളിയാക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾ അവർ പലതും പറയും, അവർ പ്രയാസപ്പെടുത്തും, പക്ഷേ താങ്കൾ പ്രവാചകനോട് പറയാണ്, നീ നമസ്കാരം തുടരുക. അപ്പോൾ പല ആളുകളും നന്മ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഓൻ വലിയ ഉസ്താദ്, ഓൻ വലിയ മുത്തക്കി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും.
ഓരെന്തും കളിയാക്കിയിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ നന്മകൾ ചെയ്യുന്നതിലൂടെ അവസാനം അവർക്ക് തന്നെ നമ്മളോട് ഇഷ്ടം തോന്നും. അതേപോലെ നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ ഇങ്ങനെ ദറജ ഇങ്ങനെ ഉയരുകയാണ്. വലിയ വലിയ തട്ടുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ വലിയ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളൊരിക്കലും നന്മ ചെയ്യുമ്പോൾ ചില ആളുകൾ കളിയാക്കും. ശരിക്കും കളിയാക്കുന്നത് മനുഷ്യന്മാരിലെ ശൈത്താന്മാരാണ്. അത് കരുതി ശൈത്താനെ ഒന്ന് വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. ചില കുട്ടികൾ അങ്ങനെ ചെയ്യും. അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ പറയുന്നതും ഈ ശൈത്താന്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല കുട്ടികളായി മാറുക, നിരന്തരം നന്മയിൽ മുന്നേറുക. അതിന് അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലെവലപ്പ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ലെവലപ്പിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും ശ്രദ്ധിക്കണം. അതിലെന്താണ്? ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആയത്തുകൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഒരുപാട് കള്ളികളുണ്ട്, അതെല്ലാവരും എഴുതുക ഇൻഷാ അല്ലാഹ്. ഇനി റമദാൻ ഡെയിലി സ്ട്രീക്കിൽ ഇന്ന് പറയുന്നത് ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കാൻ ഉമ്മയെ സഹായിക്കുക. അപ്പം ഉമ്മയെ സഹായിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട്, 1-2 രോഗികളായിട്ടുള്ള കുട്ടികളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അവരുടെ രോഗം പെട്ടെന്ന് തന്നെ ശിഫയാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഉമ്മ ഇങ്ങനെ വിഭവങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉമ്മ കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ നിങ്ങളും അവരുടെ കൂടെ പോയി ഒരുക്കുക. എന്തൊക്കെയാണ് ഉമ്മ, എന്താണ് ഈ സമൂസ ഇവിടെ വെക്കണ്ടേ, ഈ പ്ലേറ്റിൽ എത്ര സമൂസ വെക്കണോ അതൊക്കെ ചോദിച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ വെച്ച് അപ്പോൾ ഉമ്മനെ സഹായിക്കുക. ഇപ്പോൾ ബത്തക്കൊക്കെ മുറിക്കണമെങ്കിൽ ഞാൻ മുറിക്കമ്മ, ഉമ്മ ഞാൻ മുറിക്കാലോ എന്നൊക്കെ പറഞ്ഞ് മുറിക്കുക. അപ്പം ഉമ്മക്ക് തന്നെ തോന്നുന്നു, എൻ്റെ കുട്ടി നല്ല കുട്ടിയായോ, ഇപ്പോഴും മൊബൈലിൽ കളിക്കുന്ന കുട്ടി നല്ല കുട്ടിയായോ എന്നൊക്കെ തോന്നി ഉമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ തന്ന് നല്ല, എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കിട്ടി നല്ല രീതിയിൽ നോമ്പ് തുറക്കുക. അതിനല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റമദാൻ മാസത്തിലെ സൽക്കർമ്മങ്ങൾ പ്ലാൻ ചെയ്യാൻ റമദാൻ ക്വസ്റ്റ് കൂടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം വിസ്ഡം ബാലവേദി ഒരുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ് ഇതാ. നമ്മുടെ ടീം ബാലവേദി യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റമദാൻ ക്വസ്റ്റ് വീഡിയോകൾ കാണുക. അതിന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ദിവസവും സമ്മാനങ്ങൾ ലഭിക്കുന്നു. വേഗം തന്നെ വീഡിയോകൾ കാണൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.